ഹലോ എല്ലാ മുത്തുമണീസിനും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ നാളത്തെ മഴ തോരും മുൻപേ സീരിയലിൻ്റെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുകയാണല്ലേ. നമുക്കിപ്പോൾ ഉണ്ടല്ലോ എപ്പിസോഡ് പ്രൊമോ രാവിലെ തന്നെ കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഏകദേശം ഒരു ഇൻട്രോ പോലെ ഞാൻ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് കാര്യം കറക്റ്റായിട്ട് പ്രൊമോ നമുക്കിപ്പോൾ കിട്ടി വരുന്നില്ല. മിക്കവർക്കും അങ്ങനെയാട്ടോ, സീരിയൽ പ്രൊമോ ഇടുന്നവർക്കൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ലേ. അപ്പോൾ നമ്മൾ അത്യാവശ്യം ശരിക്കും കഷ്ടപ്പെട്ടിട്ട് കേട്ടോ ഇതൊക്കെ ഒപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് തരണം കേട്ടോ. കാര്യം നല്ലൊരു സന്തോഷമുള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നുകൊണ്ട് കേട്ടോ. അതിനോടൊപ്പം പുതുതായിട്ട് വരുന്ന എൻ്റെ മുത്തുമണീസൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്തും കൂടെ വെച്ചോണേ. അപ്പോൾ നാളത്തെ വിശേഷത്തിലോട്ട് നമുക്ക് പോകാട്ടോ. അങ്ങനെ നമ്മുടെ ആരൊക്കെയാണ്, രാജീവും ശിവശങ്കറിനും ഗംഗാധരനും കൂടെ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അതായത് രോഹിത്തിനെയും ബബിതേനെയും അതുപോലെ തന്നെ ഹരിശങ്കറിനെയും കമലേനെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇനി മുതൽ പഴയ ഒരു ആറ്റിറ്റ്യൂഡല്ല. കാര്യം ഇത്രയും നാൾ അവർ നമ്മളും കൂടെ പ്ലാൻ ചെയ്ത് നിന്ന് എങ്ങനെയും അലീനേനെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കണം, വൈജയുടെ ജീവിതം സേഫ് ആക്കണം. പക്ഷേ സത്യങ്ങൾ അറിഞ്ഞ് നമ്മൾ ഇത്രയും വൈകിപ്പോയി. അപ്പോൾ ഇനി സത്യങ്ങൾ അറിഞ്ഞ് നമ്മുടെ വൈജയുടെ മകളാണ് അലീന എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഇനി നമ്മൾ കൃഷ്ണമോളും രോഹിത്തും ബബിതയൊക്കെ എങ്ങനെ തന്നെയാണോ അതുപോലെ വൈജയ്ക്കും ബാലേന്ദ്രനും ഇനി 4 മക്കൾ, ആ ഒരു കൺസെപ്റ്റിൽ തന്നെ പോകണം. പിന്നെ നമ്മുടെ അമ്മയും കാര്യങ്ങളൊക്കെ അറിയിക്കണം. അങ്ങനെ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ശിവശങ്കരൻ ബബിതയും രോഹിത്തിനെയും കമലയും അതോടൊപ്പം തന്നെ ഹരിശങ്കറിനെ എല്ലാവരെയും മേളിലത്തെ റൂമിലോട്ട് കൊണ്ടെത്തിക്കുകയാണ്, വരാൻ പറയുകയാണ്. അവർ എല്ലാവരും അവിടെ നിൽക്കുകയാണ്. അങ്ങനെ അവിടെ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ കമല ചോദിച്ചു, അതെ എന്താണ് നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡ്, ഒന്നും മനസ്സിലാവണില്ല. അലീനേനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന് പറഞ്ഞ് പോയ നിങ്ങളിപ്പോൾ അലീനയെ വൈജയന്തിനെ നോക്കാനായിട്ട് ആക്കിയിരിക്കുന്നു. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട് കമല. അപ്പം നമ്മുടെ ശിവശങ്കരൻ പറയുന്നത്, ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയും, അത് നിങ്ങൾ മനസ്സിലാക്കുക. അലീന ഇനി മുതൽ നമ്മുടെ ശത്രുവല്ല, എന്നാൽ മിത്രമാണോ അതുമല്ല. അലീന ഒരിക്കലും ആ കുടുംബത്തിൽ നിന്ന് പോവില്ല. ഒരിക്കലും അലീനയെ നമ്മൾ ഇനി എത്ര ദൂരം മാറ്റാൻ ശ്രമിച്ചിരുന്നാലും ബാലചന്ദ്രൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അലീന ഇനി ആ വീട് വിട്ടു പോകുന്ന, ബാലേന്ദ്രൻ്റെ അടുത്ത് നിന്ന് വിട്ടു പോകണം ഒരു ഇതില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നാൾ കാണിച്ച, നമ്മളുൾപ്പെടെ കാണിച്ച ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇനി മാറ്റുക. ഇനി അലീന നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. ഇത് കേട്ടിട്ട് ഹരിശങ്കരൊക്കെ അങ്ങോട്ട് ചോദിക്കുന്നത്, അല്ല നിങ്ങൾക്ക് എന്ത് പറ്റി ചെറിയ നിങ്ങൾക്ക് അച്ഛനൊക്കെ എന്താ പറ്റിയത്? ഇന്ന് ഈ വൈജയന്തി ആൻറ്റി ഈ കിടക്കുന്നത് അവൾ ഒറ്റൊരുത്തി കാരണമാണ്. അപ്പോഴേക്ക് കമല തുള്ളിക്കൊണ്ട് പറഞ്ഞു, ആ ബാലചന്ദ്രൻ ഈ ഒരുമ്പൊട്ടോളം ഈ എവിടെയോ പിഴച്ചുണ്ടായ എവൾക്ക് വേണ്ടിയിട്ട് ചൂലെടുത്താണ് എന്നെ അടിച്ചത്. രാജീവൻ നീ അതൊക്കെ മറന്നോടാം, നിനക്ക് എന്നെ പറ്റിയെന്ന് പറഞ്ഞൊരു കമലയെ അങ്ങോട്ട് കിടന്ന് തിളക്കിയിടുക. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞ്, അതെ നിങ്ങളൊക്കെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ഇനി അലീനെ ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളൊരിത് പറ്റില്ല. കാര്യം അവൾ ഇനി മുതൽ അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഹരിശങ്കറിൻ്റെ അടുത്താണ് പറയുന്നത്. ഇപ്പോൾ തന്നെ ഹരിശങ്കർ പറയണേ, എൻ്റെ ചെകിടാണ് അവൾ അടിച്ച് പൊളിച്ചത്, അതൊക്കെ ഞാൻ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യണമെന്നാണോ അച്ഛനും ചെറിയച്ഛനും അങ്കിളൊക്കെ പറയണത്? എന്നെ അതിന് നോക്കണ്ട, നിങ്ങൾ വേറെ പണിയുണ്ടോ നോക്കുക. അപ്പോൾ കമല പറയുന്നുണ്ട്, ഇത് പറയണ കേട്ടുകൾ ഇനി നമ്മൾ രൂപക്കൂടുണ്ടാക്കി അലീനേനെ അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഞങ്ങൾ എന്നെ വല്ല പൂജിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗംഗാധരൻ പറയുന്നുണ്ട്, കമലയും കൂടെ കാര്യം മനസ്സിലാക്കണം. കമല ഈ ഏഷ്യന് പറഞ്ഞ അതും ഇതും ആക്കി പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കരുത്. ഇപ്പോൾ വൈജയുടെ കാര്യങ്ങൾ വളരെ നന്നായിട്ടും വെടിപ്പായിട്ടും അലീന ചെയ്യുന്നുണ്ട്. അവൾ കാര്യങ്ങളൊക്കെ പഠിച്ച കുട്ടി ആയതുകൊണ്ടും എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് പിന്നെ നമ്മുടെ ബബിതയോ അല്ലെങ്കിൽ കൃഷ്ണമോളോ ഒന്നും പോയി നിൽക്കില്ലല്ലോ. ഇങ്ങനത്തെ കമല പോയി നോക്കുമോ? ഇല്ലല്ലോ, വൈജയുടെ കാര്യങ്ങൾ. അപ്പോൾ കമല പറഞ്ഞു, അത് വേണമെങ്കിൽ ഇപ്പോൾ എന്തായാലും നമുക്ക് ശമ്പളം കൊടുക്കണം, അതൊരു വേറൊരു ഹോം നേഴ്സിനെ അങ്ങ് എടുത്താൽ പോരെയെന്ന് ചോദിക്കുന്നത്. അങ്ങനെ വല്ല ഹോം നേഴ്സിനെയും കൊണ്ട് നിർത്തിയിട്ട് കാര്യമുണ്ട്? ഒരു മകൾ നോക്കുന്നതിനേക്കാട്ടിലും ഉത്തരവാദിത്വത്തോട് ആ കുട്ടി നോക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇത്ര കുഴപ്പമൊന്ന് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കമല പറയുന്നു, അപ്പോഴേക്കും ഗംഗാധരനൊരു കോള് വന്ന് വെളിയിലോട്ട് പോകട്ടോ. ആ സമയം കമല രോഹിത്തും കൂടെ വേഷം കൊടുക്കുകയാണ്, ശിവനും രാജീവിനും കൂടെ. അതെ ഗംഗേട്ടൻ പറയണം കേട്ട് നിങ്ങൾ ഈ താളം തുള്ളാനൊന്നും നിൽക്കണ്ട, അവൾ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം. വൈജ ഒരിക്കലും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യൂല. അവൾക്ക് വാ കൊണ്ട് അനങ്ങാനോ നടക്കാനോ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഈ അലീനെ അവിടെ നിൽക്കണം, ഇല്ലെങ്കിൽ പണ്ടേ അവൾ ചവിട്ടി പുറത്താക്കിയെന്ന് കമല പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗംഗാധരൻ വീണ്ടും വന്ന
സമയത്ത് ശിവശങ്കറിൻ്റെ അടുത്ത് കിടന്ന് ഫയർ ചെയ്യാണ് കമല. കമല പറയണം, ഇക്കണക്കിന് നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഒരു പുറന്നിറങ്ങിക്കണ ചെറുക്കമുണ്ടല്ലോ മനു, ഇനി അവനെ കൊണ്ട് കെട്ടിക്കണമെന്ന് പറയാം, അല്ലെങ്കിൽ അവളോട് ഒരു ഇമ്പം കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, അലീനയ്ക്കും ബാലേന്ദ്രനും എതിർപ്പൊന്നും ഇല്ലെങ്കിൽ വേണ്ടി വന്നാൽ ഞാൻ ചിലപ്പോൾ കെട്ടിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആണോ, അങ്ങനെയാണോ, കെട്ടിക്കുമോ? എന്നാൽ പിന്നെ ഞാൻ താലപ്പൊലിയായിട്ട് സ്വീകരിക്കാൻ നിൽക്കുമല്ലോ. എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ജന്മത്ത് നടക്കൂല, അത് നിങ്ങളെ മോൻ്റെ അടുത്തും കൂടെ പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞ് കമലയും കിടന്ന് കുറേ ഫയർ ചെയ്യണം. അതിൻ്റെ ഇടയിൽ രോഹിത്തും ബബിതയും പറയുന്നുണ്ട്, അങ്ങളെ ഇപ്പം അവൾ ഉള്ളിടത്തോളം കാലം അമ്മയ്ക്കോ ഞങ്ങൾക്കോ ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ അമ്മയും അച്ഛനെയും തമ്മിൽ കൂട്ടി മുട്ടിപ്പിക്കണോ അതോ അവരെ തമ്മിൽ വെറുപ്പിച്ച് അവരെ രണ്ടാക്കി രണ്ട് വഴി വിടണോ, അതാണോ നിങ്ങൾ ആഗ്രഹിക്കണേന്ന് ചോദിക്കുക. അപ്പം രോഹിത്തും ബബിതയും പറയാം, അല്ല അങ്ങളെ, അല്ല ചെറിയ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനും അമ്മയും ഒരുമിച്ച് തന്നെ വേണം, പക്ഷേ ആ വീട്ടിൽ അലീന പാടില്ല എന്ന് പറയാം. അപ്പോൾ ഗംഗാധരൻ പറയും, ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ആദ്യം അങ്ങ് മാറ്റിക്കൊള്ളുക. അലീന ഒരിക്കലും ആ വീട് വിട്ട് പോകും എന്നുള്ള വിചാരം നിങ്ങൾക്ക് വേണ്ട. കാരണം വെച്ചാൽ അത് നടപടിയാവണ ഒരു കേസേ അല്ല. നിങ്ങളുടെ അച്ഛൻ ബാലചന്ദ്രനും അതുപോലെ വൈജയന്തിക്കും ഇനി മുതൽ 4 മക്കളാണ്. നിങ്ങൾ ജ്യേഷ്ഠത്തിയുടെ ഒരു സ്ഥാനം, ചേച്ചിയുടെ സ്ഥാനമാണ് ഇനി മുതൽ അലീനയ്ക്ക് കൊടുക്കേണ്ടത്. ഇതൊക്കെ കേട്ടിട്ട് രോഹിത്ത് ചേച്ചിയുടെ സ്ഥാനമോ. എന്നിട്ട് ഹരിശങ്കറിൻ്റെ അടുത്ത് ഗംഗാധരൻ പറയുന്നുണ്ട്, നീ ഇതുവരെ അവളുടെ അടുത്ത് കാണിച്ചതും പ്രവർത്തിച്ചതും രോഹിത്തും കൂടെ ഉൾപ്പെടെയാണ് പറയണത്, അതൊക്കെ ഇവിടം കൊണ്ട് തീരണം. ഇനി മുതൽ രഞ്ജു അല്ലെങ്കിൽ ബബിത കൃഷ്ണമോള് എങ്ങനെയാണോ ആ സ്ഥാനം നീ അലീനയ്ക്കും കൊടുക്കണമെന്ന് ഹരിയുടെ അടുത്ത് പറയണത്. പിന്നെ രഞ്ജുവിനും ബബിതയ്ക്കും കൃഷ്ണയ്ക്കും കൊടുക്കണ സ്ഥാനമോ, അച്ഛനെ എന്നെ പറ്റിയെന്ന് ചോദിക്കണം, അങ്കിളൊക്കെ എന്നെ പറ്റിയേ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ഇനി മുതൽ അങ്ങനെയാണ്. കമലയ്ക്കും ഒന്നും മനസ്സിലാവില്ല, കമലയ്ക്ക് ഏതാണ്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് എനിക്ക് കമല നിൽക്കുകയാണ്. അപ്പോൾ കമലയുടെ അടുത്ത് അവസാനം കമല കിടന്ന് ഫയർ ചെയ്ത് ഒരുപാട് ഷൗട്ട് ചെയ്യുന്ന സമയത്ത് ശിവശങ്കരൻ കമല ആദ്യമായിട്ടാണ് കൈ കൊണ്ട് അടിക്കാനൊക്കെ ഓങ്ങുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് രാജീവ് അത് ശിവേട്ടാന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തുന്നുണ്ട്. കമലയെ ആകെ അങ്ങ് പേടിക്കുകയാണ്, കാരണം ഇന്നുവരെ വീട്ടിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. ഈ ഒരു പൊട്ടൊരുത്തിക്ക് വേണ്ടിയിട്ടാണല്ലോ ശിവേട്ട എന്നെ അടിക്കാൻ ഓങ്ങിയെന്നും പറഞ്ഞിട്ട് കമല അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അതുപോലെ ഹരിശങ്കറിനും ദേഷ്യം വന്നിട്ട് ഹരി ഇറങ്ങി പോവാണ്. കാര്യം എന്ന് വെച്ചാൽ ഹരി പറഞ്ഞു, എന്നെ ഇതിനൊന്നും കിട്ടിയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഹരി പോവാണ്. അപ്പോൾ ഗംഗാധരൻ ശിവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഹരീനെ കാര്യങ്ങൾ പറഞ്ഞ് ശിവ നീ മനസ്സിലാക്കിക്കോണം. കാര്യം എന്ന് വെച്ചാൽ അവൻ ഇനി അവൻ്റെ സ്വഭാവം വെച്ചിട്ട് അവൻ വേണ്ടാത്തതിന് എന്തിനെങ്കിലും പോയി എന്തെങ്കിലും പണി ഒപ്പിക്കും. കാരണം അവൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് നീ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഗംഗാധരൻ പറയുകയാണ്. രാജീവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശിവൻ പറഞ്ഞു, ഞാൻ സംസാരിച്ചോളാം, അവൻ്റെ കാര്യം നോക്കാം നമുക്കെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും പോവാണ്. അപ്പോൾ രോഹിത്തും ബബിതയും ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളെല്ലാവരും പറയണേ ഞങ്ങൾ അവിടെ തിരിച്ച് അച്ഛൻ്റെ അടുത്ത് പോകണമെന്നാണോ? അവളുള്ളപ്പോൾ ഞങ്ങൾ എങ്ങനെ അങ്കിളെ പോകണം? നിങ്ങൾക്ക് ഞങ്ങളൊരു ബാധ്യതയാണോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടാണോ ഞങ്ങളെ പറഞ്ഞു വിടുന്നത്? മക്കളെ അതുകൊണ്ടല്ല എന്ന് അവർ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ അവർക്ക് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല ഒരിക്കലും. അമ്മയ്ക്ക് ഇഷ്ടമല്ല, അതുപോലെ അവർക്കും ഇഷ്ടമല്ല. അവർക്കൊരു വെറുപ്പാണ്. അലീന എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ്നെസ്സാണ് പറഞ്ഞത്. അതുകൊണ്ട് അവളുള്ള വീട്ടിൽ പോകാൻ തന്നെ അവർക്കൊരു സമ്മതമില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീർന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെല്ലാവരും പോയി കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്നത് രാജീവും ശിവശങ്കരനും ഗംഗാധരനും കൂടെ പറയണം, ഇനി അമ്മയെ കാര്യങ്ങൾ എന്തായാലും നമ്മൾ അറിയിക്കണം, അമ്മ അറിയാണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം ശിവശങ്കരൻ പറയും, ഗംഗേട്ടൻ തന്നെ അമ്മയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞു. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം ഗംഗേട്ട, കാര്യം ബബിത അല്ലെങ്കിൽ രോഹിത്തോ ഇവരാരും ഹരിയൊന്നും കാര്യങ്ങൾ അറിയരുത്. കാരണം വെച്ചാൽ ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ കമല അതറിയും. കമല അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ സ്വഭാവം വെച്ച് അത് ആ സ്പോട്ടിൽ തന്നെ വൈജയുടെ മുന്നിൽ എത്തിച്ചിരിക്കും. അതുകൊണ്ട് വൈജയുടെ അടുത്ത് കാര്യങ്ങളൊന്നും അറിയാത്ത രീതിയിൽ നമ്മളെല്ലാം സേഫായിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് നമ്മുടെ ഇവർ ചേട്ടന്മാരും അനിയന്മാരും എല്ലാവരും കൂടെ കിടന്നിങ്ങനെ തീരുമാനിക്കണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന സീനെന്ന് പറയുന്നത് ഗംഗാധരൻ നേരെ അമ്മയുടെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ചോദിക്കുന്നുണ്ട്, എടാ ഗംഗേ മോനെ കാര്യങ്ങളൊക്കെ എന്തായി? അവളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടോ? ബാലേന്ദ്രൻ അവൻ പകൽമാന്യനായി
മാന്യനായിട്ട് നടന്ന് എൻ്റെ കുഞ്ഞിനോട് ചെയ്ത ക്രൂരതകൾ. അപ്പോൾ ഗംഗാധരൻ പറയാം, അമ്മേ ഞാൻ അമ്മയുടെ അടുത്ത് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എടാ ഞാൻ അറിഞ്ഞു നിങ്ങൾ എന്ത് തീരുമാനിച്ചു, അവളെ എവിടെ നിന്ന് മാറ്റിയോ, എൻ്റെ കുഞ്ഞ് ആശുപത്രിയിൽ നിന്ന് വരുമ്പോഴെങ്കിലും അവൾക്ക് ഒരു സമാധാനം നിങ്ങൾ ആക്കി കൊടുക്കുക. നിങ്ങൾ 3 ആങ്ങളമാരുണ്ടായിട്ട് ഇതുവരെ ഒന്നിനും പറ്റിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു സമാധാനം ഇതിലുണ്ടാക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ആദ്യം അമ്മ ബാലചന്ദ്രനെ കുറ്റപ്പെടുത്താൻ നിർത്തും. ബാലചന്ദ്രനെ കുറ്റപ്പെടുത്താൻ നിർത്താനോ, അവനും അവൻ്റെ അവിഹിത ബന്ധത്തിലുണ്ടായവളുമാണ്. കാരണം ആ കൊച്ചു എനിക്കൊരു ഉപദ്രവവും ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിലും ഇതറിഞ്ഞേ പിന്നെ എനിക്ക് അവളെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എനിക്ക് എൻ്റെ മോളാടാ വലുത്, എൻ്റെ മോളുടെ ജീവിതം. എൻ്റെ കുഞ്ഞിനോട് എങ്ങനെ അവൻ ഈ ഒരു വൃത്തികെട്ട അവൻ ഇത്രയും മാന്യനായിട്ട് നടന്നുകൊണ്ട് എൻ്റെ കുഞ്ഞിനോട് അവൻ എവിടെയോ പിഴച്ച ഒരുത്തിയിൽ ഉണ്ടായ ഒരു കുഞ്ഞിനെയും കൊണ്ട് അവൻ കയറി വന്നേക്കുന്നു. എന്നിട്ട് അവൻ എന്തെല്ലാം പുകില ഉണ്ടാക്കിയത്. ഞാൻ എൻ്റെ മക്കളെക്കാട്ടിലും സ്നേഹവും ഒരു വിലയും കൊടുത്ത ആളാണ് ബാലേന്ദ്രൻ. പക്ഷെ അവൻ ഈ ഒരു ഇത് കാണിച്ചത് എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ കുറേ ഇങ്ങനെ പറയണം കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു, അമ്മ ഇത്രയും നേരം പറഞ്ഞല്ലോ അവിഹിത ബന്ധത്തിലുണ്ടാക്കിയ പകൽമാന്യനെന്ന്. ഈ പകൽമാന്യൻ എന്നൊക്കെ അമ്മ പറഞ്ഞല്ലോ. ഈ അവിഹിത ബന്ധം ആർക്കുണ്ടായെന്ന അമ്മയുടെ വിചാരം? ബാലേന്ദ്രനോ? ബാലേന്ദ്രനൊരു കഥ പറഞ്ഞാൽ കേട്ട് വിശ്വസിച്ചിരിക്കണോ അമ്മ? അതൊന്നും അല്ല സത്യം. അമ്മയ്ക്ക് പണ്ട് എൻ്റെ സ്വന്തം പെങ്ങൾ, അമ്മയുടെ ഒരേ ഒരു മകള് ആഗ്രയിൽ പോയി നിന്ന ചരിത്രമൊക്കെ അമ്മയ്ക്ക് അറിയാം. അപ്പം അമ്മ പറഞ്ഞു, നീ ഇടയ്ക്കിടയ്ക്ക് വൈജയനെ ആണെങ്കിൽ ഈ ആഗ്ര കഥ പറഞ്ഞ് നീ പേടിപ്പിക്കണേ എന്തിനാ ഗംഗാധര എന്ന് പറഞ്ഞ് അമ്മ വഴക്ക് കൊടുക്കുകയാണ്. അതിൽ കാര്യമുണ്ടമ്മേ. ആ ആഗ്ര കഥ ഇന്ന് വന്ന് നിൽക്കുന്ന ബാലേന്ദ്രൻ്റെ മുന്നിലാണ്. അപ്പം ചോദിക്കുന്നത്, നീ എന്തൊക്കെയാണ് ഈ പറയണേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് അമ്മ പറയുന്നുണ്ട്. ആ സമയം ഗംഗാധരൻ പറയാണ്, അമ്മ വിചാരിച്ചിരിക്കുന്ന ബാലചന്ദ്രന് അവിഹിത ബന്ധത്തിലുണ്ടായ ഒരു കുഞ്ഞാണ് അലീനയെന്നോ? എന്നാൽ അമ്മയ്ക്ക് തെറ്റി. നമ്മുടെ വൈജയ്ക്ക് 10-22 വർഷങ്ങൾക്ക് മുന്നേ ഒരു അവിഹിത ബന്ധം ഉണ്ടാവുകയും അതിലൊരു കുഞ്ഞുണ്ടാവുകയും നമ്മുടെ അച്ഛൻ പറഞ്ഞത് ആ കുഞ്ഞ് മരിച്ചു എന്ന്. ആ കുഞ്ഞ് മരിച്ചിട്ടില്ലമ്മ. ആ കുഞ്ഞ് വളർന്ന് ഒരു പെൺകുട്ടിയായി 22 വയസ്സുള്ള ഒരു പെൺകുട്ടിയായി ഇന്ന് ബാലചന്ദ്രൻ്റെ മുന്നിൽ നിൽപ്പുണ്ട്. അതാരെന്നറിയോ? അലീന. ഇത് കേട്ട അമ്മ അങ്ങ് അമ്പരക്കുകയാണ്. നീ എന്തൊക്കെയാ ഗംഗാധര ഈ പറയണേ? എൻ്റെ അടുത്ത് എന്നാ നീ ഇതെന്താ ഈ പറയണേന്ന് വെച്ചാൽ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ആഴ്ചയിൽ അമ്മ അറിയുന്നു എന്നുള്ളത് ഞാൻ പ്രൊമോയിൽ പറഞ്ഞായിരുന്നല്ലോ, നെക്സ്റ്റ് വീക്ക് പ്രൊമോയിൽ. അപ്പം ആ ഒരു സീനാണ് കേട്ടോ അവിടെ വരുന്നത്. അമ്മ അന്ന് വിടാണ് എന്ന് വെച്ചാൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇത്രയും നേരം അലീനയും കുറ്റം പറഞ്ഞ് ബാലചന്ദ്രനെയും കുറ്റം പറഞ്ഞ് ഇരുന്നിട്ട് സ്വന്തം മകൾക്കൊരു അവിഹിതം ഉണ്ടായത് മൂടി വെച്ചുകൊണ്ടാണ് മരുമകനെ കുറ്റം പറയണത്. അത് വേറെ കാര്യം. മോള് പണ്ടെങ്ങാനോ ചെയ്ത കഥയൊന്നും പൊങ്ങല്ല. പക്ഷെ മരുമോൻ ചെയ്തപ്പോൾ അത് വലിയ തെറ്റ്. പക്ഷെ അതിൻ്റെ ഒരു അംശവും ഇപ്പം ഇല്ല, നിലവിലില്ല. അതങ്ങ് തീർന്നു എന്നുള്ള രീതിയിലായിരുന്നു അമ്മ ഇരുന്നത്. പക്ഷെ ആ ബന്ധം അതിൻ്റെ ആ ഒരു കുരുന്നാണ് ഇന്ന് വളർന്ന് 22 വയസ്സായ അലീനയായിട്ട് മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് കേട്ട് ആ അമ്മ തളർന്നു പോവാണ്. ഏതാ അവസ്ഥ, ഇതെന്താ ഈ പറയണേ? അവർക്കത് ഉൾക്കൊള്ളാൻ പോലും അത് എന്താ പറഞ്ഞതെന്ന് കൂടി ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് കേട്ടോ. അപ്പോൾ നാളത്തെ പ്രൊമോയിൽ ഏകദേശം ഈ ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ അമ്മ അറിയേണ്ട കാര്യം അമ്മ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി വൈജയുടെ കാര്യങ്ങൾ, വൈജയിൻ്റെ ചെറിയ രീതിയിലൊക്കെ നല്ല രീതിയിൽ അലീനയുടെ ട്രീറ്റ്മെൻറ്റ് കാരണം പതുക്കെ നടക്കാനും സംസാരിക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഒരു ഇത് ഓക്കെ ആയി വരുന്ന സീനൊക്കെയാണ്. അപ്പം ഫുൾ എപ്പിസോഡ് പ്രൊമോ നാളെ രാവിലെ വരികയാണെങ്കിൽ ഞാൻ എന്തായാലും ഇടും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇൻട്രോ പ്രൊമോ എല്ലാവരും ഒന്ന് കേൾക്കുക. കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. അതുപോലെ അത് മാത്രമല്ല, ഞങ്ങൾക്ക് 2 ചാനലുണ്ട്. സുമി മുഫാസ് ടേസ്റ്റി കിച്ചനാണ് ഇപ്പോൾ ഈ ചാനൽ. അതുപോലെ സുമി മുഫാസ് മൻസിലിൽ നമ്മുടെ ഏഷ്യാനെറ്റിൽ വരുന്ന കാറ്റത്തെ കിളിക്കൂടി ഞാൻ എല്ലാ ദിവസവും 5 മണിക്ക് അതിൻ്റെ ഇൻട്രോ പ്രൊമോ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സുമി മുഫാസ് മൻസിൽ എന്നാണ് ആ ചാനലിൻ്റെ പേര്, മൻസിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ 2 ചാനലിലെയും വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ ബൈ ബൈ, ഗുഡ് നൈറ്റ്.